സാന്റിയാഗോ എന്ന സ്ഥലത്ത് ഒരു ബലൂൺ കച്ചവടക്കാരനുണ്ടായിരുന്നു. ബലൂൺ കച്ചവടം മന്ദഗതിയിലാകുമ്പോൾ ഹൈഡ്രജൻ ബലൂൺ മുകളിലേക്ക് പറത്തിവിടും. ഇത് കണ്ട് കുട്ടികളോടുകൂടി ബലൂൺ കച്ചവടം വീണ്ടും നടക്കും. അപ്പോൾ ഒരു കുട്ടി ബലൂൺ കച്ചവടക്കാരനോട് ചോദിച്ചു, കറുത്ത ബലൂൺ മുകളിലേക്ക് പറത്തിയാൽ പറക്കുമോ? കച്ചവടക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബലൂണിന്റെ നിറമോ വലുപ്പമോ ഒന്നുമല്ല പ്രശ്നം. അതിൽ എന്താണോ ഉയരത്തിൽ പറക്കാൻ സഹായിക്കുന്ന ഘടകം, അതാണ് ഉയരത്തിൽ എത്താൻ സഹായിക്കുന്നത്. അത്തരമൊരു തിരിച്ചറിവിന്റെ ബാക്കി പത്രമാണ് വിജയ് സേതുപതി എന്ന നടൻ. സ്വപ്നങ്ങൾക്ക് പരിധികളില്ലെന്നാണ് വിജയുടെ ജീവിതം നമ്മോട് പറയുന്നത്. 2010 ഡിസംബർ 23 തമിഴിലെ പ്രമുഖ സംവിധായകനായ കാർത്തിക് സുബരാജ് സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഇങ്ങനെ കുറിച്ചു: ചെന്നൈക്ക് പെരുവക്കാറ്റ് എന്ന സിനിമ നാളെ റിലീസ് ചെയ്യുകയാണ്. വിജയ് സേതുപതിയെ വെള്ളിത്തിരയിൽ കാണുന്നതിൽ അതീവ സന്തോഷത്തിലാണ്. എല്ലാവിധ ആശംസകളും. വിജയ്, നീ തകർക്കും. തൊട്ടു പിന്നാലെ ഒരു കമന്റ് എത്തി. ആരാണ് വിജയ് സേതുപതി? 14 വർഷം മുൻപ് തമിഴ് ജനതയുടെ ആ കമന്റിന് മറുപടിയായി കാർത്തിക് സുബരാജ് ഇങ്ങനെ കുറിച്ചു: വിജയ് സേതുപതി ആരെന്ന് വൈകാതെ നിങ്ങൾ അറിയും. ഷോർട്ട് ഫിലിമുകൾ ചെയ്തു നടന്ന ലോകേഷ് കനകരാജിനെ കണ്ടെത്തി സൂപ്പർ സംവിധായകനായി ഉയർത്തിയ ഭീകരനാണ് കാർത്തിക് സുബരാജ്. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ പിഴയ്ക്കാറില്ല, കണ്ടെത്തലുകൾ തെറ്റാറുമില്ല. ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം ആദരിക്കുന്ന വിജയ് സേതുപതിയുടെ തുടക്കകാലം ഏറെ ക്ലേശഭരിതമായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് ആകാൻ പോലും നിന്നെ കൊള്ളില്ലെന്ന് പരിഹസിച്ചവർക്കിടയിലൂടെ നടന്ന് ശരിക്കും പൊരുതി നേടിയ ജീവിതമാണ് അദ്ദേഹത്തിന്റേത്. പലരും പല കുറ്റങ്ങളാണ് അദ്ദേഹത്തിൽ കണ്ടുപിടിച്ചത്. ഉയരമില്ലെന്നും കറുത്തവനാണെന്നും കാഴ്ചയിൽ തീരെ ഭംഗിയില്ലെന്നും ഒക്കെ അപഹസിച്ചവരുണ്ട്. അതൊക്കെ കേട്ടിട്ടും ഉലിയാതെ നിന്ന വിജയനെ വേദനിപ്പിച്ചത് ചലച്ചിത്ര രംഗത്തുള്ള ഒരു വ്യക്തിയുടെ ഈ കമന്റാണ്: വെറുതെ വെള്ളം കോരേണ്ട വിജയ്, ഒരിക്കലും നിനക്ക് ചാൻസ് കിട്ടാൻ പോകുന്നില്ല. തന്റെ സ്വപ്നങ്ങൾ തല്ലിയുടയ്ക്കുന്ന ആ വാക്കുകൾ അദ്ദേഹത്തെ അഗാധമായി വേദനിപ്പിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സിനിമയിൽ ഒരു നവാഗതൻ എന്തും കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ്. വിജയം കയ്യെത്തിപ്പിടിക്കും വരെ പരിഹസിക്കപ്പെടാനുള്ളതാണ് അവന്റെ ജന്മം എന്ന ബോധ്യം വിജയ്ക്കുണ്ടായിരുന്നു. അവിടെയും അദ്ദേഹം തളർന്നില്ല. തമിഴ്നാട്ടിലെ രാജപാളയം സ്വദേശി കാളിമുത്തുവിന്റെയും സരസ്വതിയുടെയും 4 മക്കളിൽ രണ്ടാമനായിരുന്നു വിജയ്. പിതാവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് വിജയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ ആ കുടുംബം ചെന്നൈയിലെത്തി. കോടമ്പാക്കം MGR ഹൈസ്കൂളിലും ലിറ്റിൽ ഏഞ്ചൽ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലുമായി പഠനം പൂർത്തിയാക്കി. പഠനത്തിലും സ്പോർട്സിലും കലാപരമായ കാര്യങ്ങളിലുമൊക്കെ വളരെ പിന്നിലായിരുന്നു വിജയ്. ഒന്നിലും പ്രത്യേക അഭിരുചിയുള്ളതായി അദ്ദേഹത്തിനോ സഹപാഠികൾക്കോ അധ്യാപകർക്കോ ആർക്കും അനുഭവപ്പെട്ടില്ല. ആരുടെയും ശ്രദ്ധ പിടിച്ചുവരാൻ ശേഷിയില്ലാത്ത ഒരു ശരാശരി വിദ്യാർത്ഥി. പക്ഷേ അന്നേ സിനിമയുടെ മായിക ലോകം അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചിരുന്നു. എന്നാൽ സിനിമയിൽ എന്തെങ്കിലും ആകാൻ കഴിയുമെന്ന വിശ്വാസം തീരെ ഉണ്ടായിരുന്നില്ല. 16-ാം വയസ്സിൽ കൂട്ടുകാർക്കൊപ്പം നമ്മവർ എന്ന പടത്തിന്റെ ഓഡിഷനിൽ പങ്കെടുത്തു. ഉയരമില്ലെന്ന കാരണം പറഞ്ഞ് അവർ തിരസ്കരിച്ചു. വീട്ടിൽ മടങ്ങിയെത്തിയ വിജയനെ നിരാശനായി കണ്ട് അച്ഛൻ കാരണം തിരക്കി. വിജയ് ഏറെ സങ്കടത്തോടെ കാര്യങ്ങൾ വിശദീകരിച്ചു. സാധാരണ പിതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: എന്റെ മോൻ മിടുക്കനാണ്, നീ ഉയരങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. അത് കേട്ടപ്പോൾ വിജയ്ക്ക് ദേഷ്യമാണ് തോന്നിയത്. പഠിക്കുകയുമില്ല, മറ്റൊരു കഴിവുമില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും എന്തിനാണപ്പ ഇങ്ങനെ കളിയാക്കുന്നത്? വിജയ് അച്ഛനുമായി വഴക്കിട്ടു. അപ്പോഴും അച്ഛൻ ആവർത്തിക്കും: കളിയാക്കിയതല്ല മോനെ, എന്റെ മനസ്സ് പറയുന്നു നീ മിടുക്കനാണെന്ന്. ജീവിതത്തിൽ നീ ഉയരങ്ങളിലെത്തും. അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ച ആ സമയത്ത് വിജയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് മഹാവിജയങ്ങളുടെ നെറുകയിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിജയുടെ ഏറ്റവും വലിയ ദുഃഖം അതാണ്. താൻ ആരുമല്ലാതിരുന്ന കാലത്തും മിടുക്കനാണെന്ന് ഒരു മന്ത്രം പോലെ പറഞ്ഞ് ആത്മവിശ്വാസം വളർത്തിയ പിതാവ് ഇപ്പോൾ ഒപ്പമില്ല. അന്ന് അച്ഛനെ തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായാണ്. ലോകത്ത് ഏതൊരു പിതാവും തന്റെ മക്കൾ മോശമാണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞു കേൾക്കാനോ വിചാരിക്കാനോ കഴിയില്ല. അവൻ ഉയരങ്ങളിലെത്താൻ ആ മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആ പ്രാർത്ഥനയാണ് അദ്ദേഹം വാക്കുകളായി തന്നിലേക്ക് ചൊരിഞ്ഞത്. ഇന്ന് വിജയുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ മക്കൾ വളർന്ന് ഉയരങ്ങളിലെത്തുമ്പോൾ കൈയടിക്കാൻ താൻ ഒപ്പമുണ്ടാവണം എന്നാണ്. ഇന്നും ഒരു സാധാരണക്കാരനെ പോലെ തന്റെ ദുഃഖവും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്ന വിജയുടെ വളർച്ചയും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് നിരാകരണങ്ങളും നിരാശകളും കടന്ന് വിജയം എത്തിപ്പിടിച്ച ഒരു ജീവിതം. പഠിക്കുന്ന കാലത്ത് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ലെന്ന അപകർഷതാബോധം വിജയെ നന്നായി അലട്ടിയിരുന്നു. ജീവിതത്തിൽ എവിടെ എത്തുമെന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. കോളേജിൽ ബികോമിന് ചേർന്നപ്പോൾ എന്തിനാണ് അതെടുത്തതെന്ന് അച്ഛൻ ചോദിച്ചു. എല്ലാവരും എടുത്തതുകൊണ്ട് ഞാനും എടുത്തു എന്നായിരുന്നു മറുപടി. അന്ന് കൂട്ടുകാരൊക്കെ ധാരാളം പോക്കറ്റ് മണിയുമായി വന്ന് അടിച്ചു പൊളിക്കുമ്പോൾ പണം ചോദിക്കാനുള്ള സാഹചര്യം വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ലാസ് കഴിഞ്ഞ് ചെറിയ ജോലികൾ ചെയ്ത് വിജയ് പോക്കറ്റ് മണിക്കുള്ള പണം ഉണ്ടാക്കി. സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായും ടെലിഫോൺ ബൂത്തിൽ ഫോൺ ഓപ്പറേറ്ററായും നിന്നു. ബികോം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ജീവിക്കാൻ ഒരു ജോലി വേണമെന്നായി. അങ്ങനെ ഹോൾസെയിൽ സിമന്റ് കമ്പനിയിൽ അസിസ്റ്റന്റ് അക്കൗണ്ടന്റായി കയറി. വളരെ ചെറിയ വേതനം മാത്രം. വീട്ടിൽ അന്ന് കുന്നോളം കടങ്ങളുണ്ട്. കൂടാതെ അനുജനും അനുജത്തിയും പഠിക്കുന്നു. സഹോദരിയുടെ വിവാഹം നടത്തേണ്ടതുണ്ട്.
ചെറിയ തുക കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ലെന്നായപ്പോൾ ചേട്ടന്റെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഗൾഫിലേക്ക് പറന്നു. അക്കൗണ്ടന്റായി അവിടെ ജോലി ലഭിച്ചു. സാമാന്യം ഭേദപ്പെട്ട ശമ്പളമുണ്ട്. പക്ഷേ ചിലവുകൾ അതിലേറെയാണ്. സ്വന്തം കാര്യങ്ങൾ നടക്കണം, വീട്ടിലേക്ക് പണം അയക്കണം, താമസ സ്ഥലത്ത് വാടക കൊടുക്കണം. പലപ്പോഴും വാടക കൊടുക്കാൻ പണം തികയാതെയായി. അതിന് പരിഹാരം കണ്ടെത്താനായി ഷെയ്ഖ് സായിദ് റോഡിലെ കെട്ടിടങ്ങളിൽ പരസ്യ നോട്ടീസുകൾ വിതരണം ചെയ്യാൻ പോയി. മാസം 50 ദിറംസ് പ്രതിഫലമായി കിട്ടും. മുകൾ നിലയിലേക്ക് ലിഫ്റ്റിൽ പോകും. പിന്നെ നോട്ടീസ് കൊടുക്കാനായി ഓരോ നിലയും നടന്നിറങ്ങും. ഏറ്റവും താഴെ എത്തുമ്പോഴേക്കും അവശനാകും. വിജയുടെ മനോനില തന്നെ മാറ്റിമറിച്ച കാലമായിരുന്നു അത്. കറുപ്പു നിറവും സൗന്ദര്യമില്ലായ്മയും ഒക്കെ മനസ്സിൽ കൊണ്ടു നടന്ന് വിഷമിച്ച വിജയ്ക്ക് അതൊന്നുമല്ല വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഗൾഫ് കാലമായിരുന്നു. സ്വപ്നങ്ങൾക്ക് ചെറുകുമുളപ്പിച്ച കാലം. അന്ന് ചേട്ടൻ വിജയുടെ ഫോട്ടോസ് എടുക്കുമായിരുന്നു. അത് കാണിച്ച് നീ സുന്ദരനാണ്, ഫോട്ടോജനിക്കാണ് എന്നൊക്കെ പറഞ്ഞ് അനുജനിൽ ആത്മവിശ്വാസം വളർത്തും. ഫോട്ടോസ് കണ്ടപ്പോൾ ചേട്ടൻ പറയുന്നത് ശരിയാണെന്ന് വിജയ്ക്കും തോന്നി. കാരണം നേരിട്ട് കാണുന്നതിൽ നിന്ന് ഭിന്നമായി ഫോട്ടോസിൽ തനിക്ക് നിറം തോന്നുന്നുണ്ട്. കാഴ്ചയിലും കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ട്. ഇതിനിടെ 2003 വിജയന്റെ വിവാഹം നടന്നു. ഇതിനിടെ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തി ഒരു ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനം തുടങ്ങി. അത് പരാജയമായതോടെ ജീവിതം ആകെ അനിശ്ചിതാവസ്ഥയിലായി. അങ്ങനെയിരിക്കെ ചെന്നൈ ആസ്ഥാനമായുള്ള കൂത്തുബി പട്ടറൈ എന്ന നാടക കമ്പനിയുടെ ഒരു നാടകം കാണാനിടയായി. അതിൽ ചേർക്കാമോ എന്ന് ചോദിച്ചെങ്കിലും അവർ തയ്യാറായില്ല. അതേസമയം അക്കൗണ്ടന്റായി ജോലി ചെയ്യാൻ അവസരം നൽകി. നാടക കമ്പനിയിലെ ജോലി വിജയെ ഉഷാറാക്കി. നാടക റിഹേഴ്സൽ നടക്കുന്ന സന്ദർഭത്തിൽ നടീനടന്മാരുടെ അഭിനയം സൂക്ഷ്മമായി നിരീക്ഷിക്കും. 2 വർഷത്തോളം അവിടെ പ്രവർത്തിച്ചു. അപ്പോഴേക്കും നടനാകാനുള്ള അഭിനിവേശം തീവ്രമായി. നീ നല്ല ഫോട്ടോജനിക്കാണെന്ന ചേട്ടന്റെ വാക്കുകൾ ഊർജം പകർന്നു. ജോലി ഉപേക്ഷിച്ച് രണ്ടും കൽപ്പിച്ച് സിനിമയ്ക്കായി ഇറങ്ങി. മൂത്ത മകൻ സൂര്യ ജനിച്ച സമയമായിരുന്നു അത്. സിനിമാ ശ്രമങ്ങൾ ഒരിടത്തും എത്തുന്നില്ല. കല്യാണം കഴിഞ്ഞ് കുടുംബമായ സ്ഥിതിക്ക് ഇനി ഈ കോപ്രായങ്ങൾക്ക് നിൽക്കാതെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാൻ നാട്ടുകാരും സുഹൃത്തുക്കളും ഉപദേശിച്ചു. പക്ഷേ വിജയ് പിൻവാങ്ങിയില്ല. ആഗ്രഹം അത്രമേൽ തീക്ഷ്ണമായിരുന്നു. 6 മാസം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, എന്നിട്ടും പറ്റിയില്ലെങ്കിൽ വേറെ ജോലി നോക്കാം എന്ന് ജെസിക്ക് വാക്കുകൊടുത്തു. 6 മാസം 60 മാസമായിട്ടും ഫലപ്രാപ്തിയിലെത്തിയില്ല. ഓരോ 6 മാസം കഴിയുമ്പോഴും ജെസിയോട് അടുത്ത 6 മാസം കൂടി അവധി ചോദിക്കും. അപ്പോഴൊക്കെ ജെസി യെസ് മൂഡ്. ഒരിക്കലും മുഖം കറുക്കുകയോ നീരസം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. നിരന്തരമായി ഓഡിഷനുകൾ നടന്നു. ആരും സെലക്ട് ചെയ്തില്ല. നിന്റെ മുഖം സിനിമയ്ക്ക് പറ്റിയതല്ലെന്നും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആകാൻ പോലും യോഗ്യതയില്ലെന്നും പറഞ്ഞവർ ഏറെ. അത് കേട്ടിട്ടും വിജയ് തളർന്നില്ല. നമ്മുടെ ജീവിതം കൊണ്ട് എന്താവണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ചാൻസ് ചോദിച്ചു നടന്ന കൂട്ടത്തിൽ സംവിധായകൻ ബാലു മഹേന്ദ്രയുടെ വീട്ടിലും എത്തി. അദ്ദേഹം സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കുറെ ഫോട്ടോസ് എടുത്തു. കണ്ണും ലുക്കും നല്ലതാണെന്നും അടുത്ത ദിവസം വന്ന് ഫോട്ടോസ് വാങ്ങിക്കൊള്ളാനും പറഞ്ഞു. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫോട്ടോസിന്റെ ഒരു കോപ്പി ഞാൻ സൂക്ഷിക്കും, ചാൻസ് വരുമ്പോൾ വിളിക്കാം. അത് വിജയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. കമലഹാസന്റെ 3-ാം പടം ഉൾപ്പെടെ ചരിത്രം സൃഷ്ടിച്ച സിനിമകൾ ഒരുക്കിയ മഹാരഥനാണ് പറയുന്നത്. വാരികകളിൽ നിന്നും പ്രമുഖ സംവിധായകരുടെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു. നിരാശയായിരുന്നു ഫലം. ചിലരെ നേരിൽ കണ്ടു. ആരും വിജയെ വിശ്വാസത്തിലെടുക്കാൻ കൂട്ടാക്കിയില്ല. ധനുഷിനെ പോലെ ഗ്ലാമർലെസ് നടന്മാർ നായകനായ കാലം. വടിവേലുവും സെന്തിലും കൗണ്ടമണിയും യോഗി ബാബുമെല്ലാം അരങ്ങുവാഴുന്ന തമിഴ് ഫിലിം ഇൻഡസ്ട്രിക്ക് കാഴ്ചയിൽ അത്ര അഭംഗിയൊന്നുമില്ലാത്ത വിജയ് സേതുപതിയെ എന്തുകൊണ്ടോ ബോധിച്ചില്ല. ആ സമയത്ത് ചില പടങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അവസരം ലഭിച്ചു. പല പടങ്ങളിലും വിജയുടെ കഥാപാത്രങ്ങൾക്ക് പേരില്ലായിരുന്നു. ആൾക്കൂട്ടത്തിൽ ഒരാളായാണ് ഏറെയും അഭിനയിച്ചത്. ഫംഗ്ഷനുകളിലും മറ്റും സദസ്സിലിരുന്ന് കൈയടിക്കുന്ന 100 കണക്കിന് ആളുകളിൽ ഒരാളായി. അപ്പോഴൊന്നും നിരാശയല്ല, സന്തോഷമാണ് തോന്നിയതെന്ന് പിന്നീട് വിജയ് തുറന്നു പറഞ്ഞു. കാരണം എല്ലാവരും എഴുതി തള്ളിയ ഒരിടത്തു നിന്നും ഒരു മൂവി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ യോഗ്യനാണെന്ന് കാലം ബോധ്യപ്പെടുത്തി തന്നല്ലോ. മിന്നിമറിയുന്ന വേഷം ചെയ്തതിന് ആദ്യം ലഭിച്ച പ്രതിഫലം 250 രൂപയായിരുന്നു. എം കുമരൻ പോലുള്ള സിനിമകളിൽ ചെറിയ റോളുകൾ ചെയ്തു. പിന്നീട് അത്തരം വേഷങ്ങളും കിട്ടാതായി. പലരും റോൾ ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. ബസ്സുകൾ മാറി മാറി കയറി വളരെ കഷ്ടപ്പെട്ട് അവിടെ എത്തുമ്പോഴേക്ക് ആ റോൾ മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു വിടും. പരാതികളും പരിഭവങ്ങളുമില്ലാതെ തിരിച്ചു വീട്ടിലേക്ക് ബസ് കയറും. നാൻ മഹാനല്ലൈ പോലുള്ള പടങ്ങളിലും മുഖം കാണിച്ചു. പക്ഷെ ഒന്നും വഴിത്തിരിവായില്ല. സുഹൃത്തുക്കളടക്കം പലരും പരിഹസിച്ചു. എന്നിട്ടും തളർന്നില്ല. ഓരോ തവണ തോൽക്കുമ്പോഴും എന്തെങ്കിലും ജയിക്കാൻ കഴിയുമെന്ന് മനസ്സ് പറഞ്ഞു. സിനിമയിൽ ശ്രദ്ധേയമായ രംഗങ്ങൾ ലഭിക്കുക പ്രയാസമാണെന്ന് ബോധ്യമായപ്പോൾ സീരിയലുകളിൽ ശ്രമിച്ചു. 2006 പെണ്ണ് എന്ന സീരിയലിൽ ചാൻസ് ലഭിച്ചു. ഇന്നത്തെ പ്രമുഖ സംവിധായകൻ കാർത്തിക് സുബരാജ് ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്ന കാലം. അദ്ദേഹത്തിന് ഒരു ഷോർട്ട് ഫിലിമിൽ അവസരം കിട്ടി. 1500 രൂപയായിരുന്നു പറഞ്ഞുറപ്പിച്ച പ്രതിഫലം. കാർത്തികിന് വിജയുടെ പ്രകടനം വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഡബിങ്ങിന് ചെന്നപ്പോൾ നിങ്ങളുടെ അധ്വാനത്തിന് 1500 രൂപ പോരാ എന്ന് പറഞ്ഞ് 1000 രൂപ കൂടി അധികം നൽകി.
പണത്തേക്കാൾ വിജയുടെ ആത്മവിശ്വാസം ഹിമാലയത്തോളം ഉയർത്തിയ സന്ദർഭമായിരുന്നു അത്. അന്ന് ലഭിച്ച 2500 രൂപയ്ക്ക് വിജയ് കോടികളുടെ മൂല്യമാണ് കൽപ്പിച്ചത്. കാരണം കാർത്തിക്കിനെ പോലെ പ്രതിഭാശാലിയായ ഒരാൾക്ക് തന്നിലുണ്ടായ മതിപ്പും വിശ്വാസവും തനിക്കും ഒരു നാൾ സിനിമയിൽ എന്തെങ്കിലും ആകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് നയിച്ചു. വീണ്ടും ചെറുവേഷങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് സിനിമയിൽ നിൽക്കാൻ ശ്രമിച്ചു. ആ സമയത്താണ് ധനുഷിന്റെ പുതുപ്പേട്ട എന്ന പടത്തിലേക്ക് ഓഡിഷന് പോകുന്നത്. അതിൽ ധനുഷിന്റെ കൂട്ടുകാരന്റെ വേഷം ലഭിച്ചു. അവിടെ നിന്നുള്ള പിന്തുണ വലുതായിരുന്നു. സുന്ദരപാണ്ഡ്യൻ എന്ന സിനിമയിൽ വില്ലനായി സേതുപതി. ഇത് മിസ് കാസ്റ്റിംഗ് ആണെന്ന് പലരും സംവിധായകനെ കുറ്റപ്പെടുത്തി. വിമർശകരുടെ നാവടപ്പിച്ചുകൊണ്ട് അക്കൊല്ലത്തെ മികച്ച വില്ലനുള്ള സംസ്ഥാന പുരസ്കാരം സേതുപതി സ്വന്തമാക്കി. പിന്നീട് സീനു രാമസ്വാമിയുടെ തെന്മേർക്ക് പരുവക്കാറ്റ് എന്ന പടത്തിൽ വിജയ് ആദ്യമായി നായക വേഷത്തിലെത്തി. സിനിമ പുറത്തിറങ്ങിയിട്ടും ഭാഗ്യദേവത കനിഞ്ഞില്ല. വീണ്ടും അവസരങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വന്നത് 2 വർഷമാണ്. കുറഞ്ഞ മുതൽ മുടക്കിൽ കാർത്തിക് സുബ്ബരാജ് ഒരുക്കിയ പിസ എന്ന ഹൊറർ ചിത്രത്തിൽ വിജയ് സേതുപതിയെ നായകനാക്കി. മലയാളിയായ രമ്യ നമ്പീശനായിരുന്നു നായിക. 1.5 കോടിയിൽ പൂർത്തിയാക്കിയ സിനിമ 8 കോടിയിലധികം കളക്ട് ചെയ്തു. നടൻ എന്ന നിലയിൽ വിജയ് സേതുപതിയുടെ പ്രകടനത്തിന് വ്യാപകമായ സ്വീകാര്യത ലഭിച്ചു. വിജയ് സേതുപതി ഒരു ക്രിസ്റ്റൽ ബോളാണ്, അതിലെന്ത് വെച്ചാലും സുന്ദരമായിരിക്കുമെന്നായിരുന്നു തന്റെ നായക നടനെക്കുറിച്ച് കാർത്തിക് സുബ്ബരാജിന്റെ കമന്റ്. പേട്ട എന്ന സിനിമയിൽ സാക്ഷാൽ രജനീകാന്തിനോട് നേർക്കുനേർ ഏറ്റുമുട്ടുന്ന വില്ലനായി മാറി വിജയ് സേതുപതി. ആ സിനിമയുടെ വിജയാഘോഷ ചടങ്ങിൽ വെച്ച് രജനി സ്റ്റേജിലേക്ക് വിജയെ വിളിച്ചു വരുത്തി അഭിനന്ദിച്ചത് തമിഴ് സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കി. വിജയ് സേതുപതി എന്ന മഹാനടനിലേക്കുള്ള വളർച്ചയുടെ ആദ്യ പടവുകളിൽ ഒന്നായിരുന്നു ഇത്. ഇതേക്കുറിച്ച് സേതുപതി പറഞ്ഞ കമന്റാണ് ശ്രദ്ധേയം. അന്ന് സ്റ്റേജിൽ വെച്ച് രജനി സാർ എന്നെ മഹാനടികർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ സത്യത്തിൽ ഞാൻ വിറയ്ക്കുകയായിരുന്നു. എന്നാൽ രജനിയുടെ വാക്കുകൾ സത്യമായി. റഫ് ലുക്കുള്ള വിജയ് മൃദുഭാവങ്ങൾ ആവശ്യമായ സിനിമകളിൽ ശോഭിക്കുമോ എന്ന സംശയത്തിനും തന്റെ അഭിനയശേഷി കൊണ്ട് മറുപടി കൊടുത്തു അദ്ദേഹം. തൃഷ നായികയായ 96 എന്ന സിനിമയിലെ റൊമാന്റിക് ഹീറോയെ എത്ര ഭംഗിയായും അനായാസവുമായാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഏത് ജോണറിലുള്ള സിനിമകൾ ചെയ്യാനും എത്ര വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനും കഴിയുന്ന അപൂർവ നടന്മാരിൽ ഒരാൾ എന്നതാണ് ഇന്ന് സേതുപതിക്കുള്ള വിശേഷണം. രജനീകാന്തും വിജയും അജിത്തുമെല്ലാം തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ മോസ്റ്റ് വാണ്ടഡ് സ്റ്റാർസ് ആണ്. ആദ്യമായി നായകനാക്കിയ സീനു രാമസ്വാമിയുടെ ഒരു പടത്തിൽ അഭിനയിക്കുന്ന സമയം എല്ലാവരും എത്തുന്നതിന് ഏറെ മുൻപേ വിജയ് ലൊക്കേഷനിലെത്തി. ഡയറക്ടർ സീനു രാമസ്വാമി വരുമ്പോൾ കുറച്ച് മഞ്ഞൾ ചോറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയ്. അതിന്റെ കാരണം തിരക്കിയപ്പോൾ അടുത്തുള്ള തേയിലത്തോട്ടത്തിലെ പാവം തൊഴിലാളികൾ ഉണ്ടാക്കിയതാണ് ഇതെന്നും അതിന്റെ മണം കേട്ട് ഇഷ്ടപ്പെട്ട് തനിക്കും കുറച്ച് തരാമോ എന്ന് വിജയ് ചോദിച്ചപ്പോൾ അവർ സ്നേഹപൂർവ്വം വിളമ്പിയതാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. സീനു നോക്കുമ്പോൾ കുട്ടികളെ പോലെ നിഷ്കളങ്കമായി ഭക്ഷണം ആസ്വദിച്ചു കഴിക്കുകയാണ് തന്റെ സിനിമയിലെ ഹീറോ. തൊഴിലാളികൾ ചിലർ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ തലയിൽ തടവുന്നുണ്ട്. അന്ന് സീനു വിജയ്ക്ക് മക്കൾ സെൽവൻ എന്ന പേര് നൽകി. അത് വേണ്ടെന്നും തന്നെ അങ്ങനെയൊന്നും വിശേഷിപ്പിക്കരുതെന്നും ഒരുപാട് തവണ വിജയ് പറഞ്ഞെങ്കിലും സീനു അത് ചെവിക്കൊണ്ടില്ല. തലൈ അജിത്, ചിന്ന ദളപതി വിജയ്, സ്റ്റൈൽ മന്നൻ രജനീകാന്ത്, ഉലകനായകൻ കമൽഹാസൻ എന്നിവരുടെ തലത്തിലേക്ക് കാലം അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തിയത് അഭിനയ മികവിന്റെ മാത്രം പിൻബലത്തിലായിരുന്നു. പ്രായോഗിക ബുദ്ധിയാണ് സേതുപതിയുടെ മറ്റൊരു വിജയരഹസ്യം. ഒരു പേരിൽ ഒരു സൂപ്പർ സ്റ്റാർ. അതാണ് ഏതൊരു സിനിമാ ഇൻഡസ്ട്രിയിലെയും അലിഖിത നിയമം. വിജയ് എന്ന് കേട്ടാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരൊറ്റ മുഖം മാത്രമേ ആരുടെയും മനസ്സിലേക്ക് വരുമായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വിജയ് എന്ന് കേട്ടാൽ വെറും വിജയോ അതോ വിജയ് സേതുപതിയോ എന്ന ആളുകൾ ചോദിക്കുന്നു. വർഷങ്ങളായി പ്രേക്ഷക മനസ്സിൽ പതിഞ്ഞു കിടന്ന ഒരു ചിത്രത്തിനൊപ്പം തന്റെ മുഖം കൂടി ചേർത്ത് വെച്ച ആ നടനെ ആളുകൾ സ്നേഹത്തോടെ വിളിച്ചു മക്കൾ സെൽവൻ. സൂപ്പർ താരങ്ങളുടെ പിറന്നാളുകൾ അവരുടെ സിനിമകളെക്കാൾ ആഘോഷമായി കൊണ്ടാടുന്ന തമിഴ്നാട്ടിൽ ജനുവരി 16 അതുപോലൊരു ആഘോഷരാവായി മാറിയിട്ട് അധിക കാലമായിട്ടില്ല. മക്കൾ സെൽവന്റെ പിറന്നാൾ ആരാധകർ ആഘോഷമാക്കുമ്പോൾ തിയേറ്ററിൽ നിറഞ്ഞവിടുന്ന പേട്ടയിൽ അദ്ദേഹം സാക്ഷാൽ രജനീകാന്തിന്റെ വില്ലനാണ്. സിനിമയും ജീവിതവും രണ്ടായി കാണാത്ത തമിഴ് ജനതയുടെ മുന്നിൽ രജനിയുടെ വില്ലനായി അഭിനയിച്ചിട്ടും ഇത്രയേറെ സ്നേഹം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വിജയ് സേതുപതി എന്ന നടന്റെയും മനുഷ്യന്റെയും വിജയമാണെന്ന് പറയേണ്ടി വരും. സൂപ്പർ സ്റ്റാർ എന്നും ഉലകനായകനെന്നും ദളപതി എന്നും താരങ്ങളെ വിളിച്ചവർ മക്കൾ സെൽവൻ എന്ന ജനകീയ പട്ടമാണ് വിജയ് സേതുപതിക്ക് ചാർത്തിക്കൊടുത്തത്. ഇളയ ദളപതിയിൽ നിന്ന് വിജയ് ദളപതിയായതും മക്കൾ സെൽവന്റെ ഈ വളർച്ചകാലത്ത് തന്നെ. മറ്റുള്ള വിശേഷണങ്ങൾ കേവലം വിശേഷണങ്ങൾ മാത്രമായി ഒതുങ്ങിയപ്പോൾ മക്കൾ സെൽവൻ എന്ന പേർ തനിക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് വിജയ് സേതുപതി തന്റെ സിനിമകളിലൂടെ തെളിയിച്ചു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങൾ, എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമകൾ. വിജയ് സേതുപതിയും ശിവകാർത്തികേയനും ഏതാണ്ട് ഒരേ കാലത്ത് തമിഴ് സിനിമയിൽ ഉദിച്ചുയർന്ന 2 താരങ്ങളാണ്. പക്ഷേ ഇടയ്ക്ക് എവിടെയോ വെച്ച് വിജയ് സേതുപതിയുടെ പ്രഭ ഒരൽപ്പം കൂടി. ഇമേജിന്റെ കെട്ടുപാടുകളിൽ തളയ്ക്കപ്പെട്ട താരമല്ല വിജയ് സേതുപതി എന്നതാണ് അദ്ദേഹത്തെ മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. വിജയ് സേതുപതി ഒരു വലിയ പ്രതീക്ഷയാണ്.
തമിഴ് ജനതയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്കും.